പെപ്സിയും കൊക്കക്കോളയും ഉൾപ്പെടെയുള്ള ശീതളപാനീയങ്ങളിൽ മാരകമായ തോതിൽ രാസവസ്തുക്കൾ അടങ്ങിയതായി പഠന റിപ്പോർട്ട്. ഈ ശീതളപാനീയങ്ങളിൽ അടങ്ങിയ ലെഡിന്റെ അംശം കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിന്റേതാണ് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, നേരത്തെ തന്നെ ഇത്തരം ശീതളപാനീയങ്ങൾ ഗുരുതരമായ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ വിധത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെ നടന്നിട്ടുള്ള ഒരു പഠനത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി വരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വിശദമാക്കിയിരിക്കുന്നത്? സൗമ്യ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ നേരത്തെ തന്നെ ഒരു പഠന റിപ്പോർട്ട് 2 ദിവസം മുമ്പ് പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് നിലവിൽ പെപ്സി, കൊക്കക്കോള അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ 5 ശീതളപാനീയങ്ങൾ, ഇതിൽ പേരെടുത്ത് തന്നെ ഈ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് പെപ്സി, കൊക്കക്കോള, അതോടൊപ്പം 7up, മൗണ്ടൻ ഡ്യൂ, സ്പ്രൈറ്റ് എന്നിവ ഉൾപ്പെട്ട ഈ 5 ശീതളപാനീയങ്ങളിൽ അതിമാരകമായ രാസവസ്തുക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതായിരുന്നു. ലെഡ്, ക്രോമിയം, കാഡ്മിയം, DHP അടക്കമുള്ള 5 അതിമാരകമായ രാസവസ്തുക്കൾ ശരീരത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഈ രാസവസ്തുക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും ഈ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ നിലവിലെ ഈ ശീതളപാനീയങ്ങൾ നിരോധിക്കുന്നത് സംബന്ധിച്ചുള്ള നീക്കം സർക്കാർ ആരംഭിച്ചതായാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ഈ നിലവിലെ പെപ്സി, കൊക്കക്കോള അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇക്കാര്യത്തിലെ നിലവിലെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ഇവരുടെ നിലപാട് കൂടി പരിഗണിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നടപടിക്ക് നിലവിൽ ഡ്രഗ്സ് അതോറിറ്റി ഒരുങ്ങുന്നു എന്നാണ് അറിയുന്നത്. നേരത്തെ ലെഡ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി 5 മാസത്തോളമായി ഇന്ത്യയിൽ മാഗി നിരോധിച്ചിരിക്കുകയായിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ ലെഡ്, ക്രോമിയം അടക്കമുള്ള അതിമാരകമായ രാസവസ്തുക്കൾ ഈ പെപ്സി, കൊക്കക്കോള അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ ശീതളപാനീയങ്ങളിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നിലവിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ ലെഡ് അനുവദനീയമായ അളവിൽ കൂടുതലാണുള്ളത്. 0.007% ലെഡ് കണ്ടന്റ് നിലവിൽ ഈ ശീതളപാനീയങ്ങളിലൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ചില പാനീയങ്ങളിൽ ഇതിൽ കൂടുതലാണ് ഈ രാസവസ്തുക്കൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിനാൽ ഇത് മാരകമായി തന്നെ നിലവിൽ തലച്ചോറിനും അതോടൊപ്പം നിലവിലെ നെർവസ് സിസ്റ്റത്തിനൊക്കെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് കോമ സ്റ്റേജിലേക്കും മരണത്തിലേക്കുമൊക്കെ മനുഷ്യന് വഴിവെച്ചേക്കാവുന്ന അത്രയധികം വിഷാംശമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം കാഡ്മിയത്തിൻ്റെ അമിതമായ അളവ് കിഡ്നി, അതോടൊപ്പം നിലവിലെ എല്ലുകൾക്കുണ്ടാവുന്ന ബലക്ഷയം, ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കിടയിൽ പോലും ഉണ്ടാക്കുന്നു. അതിനാൽ നിലവിൽ മാരകമായ രീതിയിൽ ഈ രാസവസ്തുക്കൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ഈ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതോടൊപ്പം നിലവിലെ സാധാരണഗതിയിലുള്ള താപനിലയിൽ ഈ ശീതള വസ്തുക്കൾ മറ്റും സൂക്ഷിക്കുന്നത് ഈ രാസവസ്തുക്കൾ വർദ്ധിക്കുന്നതിനും മറ്റും കാരണമാവും. അതിനാൽ ഇത് കൂടുതൽ രാസപ്രക്രിയകൾ സംഭവിച്ച് അതിമാരകമായ വിഷമായി മാറുന്നു എന്നും ഈ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ നിലവിലെ ഈ രാസവസ്തുക്കളുടെ അമിത നിയന്ത്രണം ഇല്ലായ്മ മൂലം ഇത്തരത്തിലുള്ള ശീതളപാനീയങ്ങൾ നിരോധിക്കേണ്ടതാണെന്നും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ശീതളപാനീയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നടപടിയിലേക്ക് സർക്കാർ നീക്കം തുടങ്ങിയ സൂചനയാണ് ലഭിക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ്സ് നിലവിൽ ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അതിനാൽ ഇവരുടെ മറുപടി ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ ഇനി എന്ത് നടപടി ഡ്രഗ്സ് കൺട്രോൾ ഓഫ് അതോറിറ്റി സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ ശ്രീജിത്ത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ശ്രീജിത്ത്, ഒരുപക്ഷെ ഇത്തരം ശീതളപാനീയങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച വിഷയങ്ങൾ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഇത്തരം രാസവസ്തുക്കൾ അടങ്ങിയതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ അത്തരത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെ വിശദമായ ഒരു പഠനം നടന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ വിശദീകരണം കൂടി തേടേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ലെഡ് ആയാലും കാഡ്മിയത്തിൻ്റെ ആയാലും ഒക്കെ അളവിൽ കൂടുതലായുള്ള ഇത്തരം പാനീയങ്ങളിലെ പ്രസൻസ്, അതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഡോക്ടർ ശ്രീജിത്ത്? IMA കഴിഞ്ഞ വർഷം ഒരു ഭക്ഷ്യ നയം കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു. ഒരു ഫുഡ് പോളിസി നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആ ഫുഡ് പോളിസിയിൽ വളരെ വ്യക്തമായി IMA പറഞ്ഞിരുന്നു, ഈ നാം ഉപയോഗിക്കേണ്ട പാനീയങ്ങൾ, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കേണ്ട പാനീയങ്ങൾ കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, സംഭാരം തുടങ്ങിയവയാണ്. ഇത്തരത്തിലുള്ള ബോട്ടിൽ ഡ്രിങ്കുകൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തവണത്തെ IMAയുടെ റെക്കമെൻഡേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് പ്രധാനമായിട്ട് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഈ പറയുന്ന മാതിരി നമുക്ക് മെഷറബിളും അൺമെഷറബിളുമായിട്ടുള്ള കെമിക്കൽസിന്റെ അളവ്.
താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ലെഡോ കാഡ്മിയോ ഒക്കെ ഇതൊക്കെ പലപ്പോഴും ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വരുന്നതാണ്. ഇത് ഈ പാനീയങ്ങളിൽ മാത്രമായിരിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിസര മലിനീകരണം ഒരുപാട് പരിസര മലിനീകരണം ഉള്ളതുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക്, നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് അമിതമായ അളവിൽ പലതരത്തിലുള്ള രാസവസ്തുക്കൾ എത്തുന്നുണ്ട്. ഇത് പരിസര മലിനീകരണത്തിന്റെ കൂടി ഭാഗമാണ്. അപ്പം ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതും മെഷർ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള നിരവധി രാസപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വളരെയധികം ഊർജം, അമിതമായിട്ടുള്ള അളവിലുള്ള ഊർജം. ഒരു കപ്പിൽ ഏതാണ്ട് 10 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമായിട്ടുള്ള ഊർജമാണ് പല പാനീയങ്ങളിലും അടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ 2 കാരണങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പാനീയങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യും എന്നുള്ളത് നിസ്സംശയമാണ്. അത്തരത്തിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അവിടെ സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പം മാഗിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, നിരോധിക്കുന്നു, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ അഭിപ്രായങ്ങൾ വരുന്നു, പിന്നീട് വീണ്ടും വിപണിയിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ അതിപ്പോൾ ഇന്ത്യയിലായാൽ തന്നെയും അത് ഇറക്കുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. അതിൻ്റെ കൃത്യമായ റിസൾട്ടുകളൊക്കെ തന്നെയും നമ്മളുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒക്കെ തന്നെ കീഴിൽ പരിശോധിക്കപ്പെടേണ്ടതൊക്കെയല്ലേ? അങ്ങനെ നടക്കാറുണ്ടോ സാധാരണ? അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്, ഈവൻ മരുന്നുകൾ പോലും ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് മരുന്നിന്റെ സാങ്കേതികത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങുന്ന പലതരത്തിലുള്ള സംഗതികൾ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പലതും ഓൺലൈൻ വഴി മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരാൾ കാണുന്ന പോലുമില്ല, ഒരു കടയിൽ പോലുമല്ല. ഓൺലൈൻ വഴി പലതരത്തിലുള്ള മരുന്നുകൾ ലാസ്റ്റിൽ ദിസ് ഇസ് എ ഫുഡ് പ്രോഡക്റ്റ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് മരുന്നിന്റെ റെഗുലേഷനിൽ നിന്ന് അത് എസ്കേപ്പ് ചെയ്യാറുണ്ട്. അല്ലെ, തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണിത്. പൊതുവിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഈ ഭക്ഷണ നയത്തിന് അല്ലെങ്കിൽ ഫുഡ് പോളിസിക്ക് അത് 2 പേജുള്ള ഒരു ലഘുലേഖയാണ്. പക്ഷെ അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. കഴിഞ്ഞ ഈ മാഗി നിരോധിക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ IMAയുടെ ഫുഡ് പോളിസിയിൽ പറഞ്ഞിരുന്നു, ഈ നൂഡിൽസ് പോലെയുള്ള പാക്ഡ് ഫുഡ് ഐറ്റംസ്, അത് നൂഡിൽസ് മാത്രമല്ല, അത് ചിപ്സ് ആകാം, ഈ വേഫേഴ്സ് ആകാം, ഇങ്ങനെയുള്ള പാക്ഡ് ഫുഡ് ഐറ്റംസ്, ഈവൻ ബിസ്ക്കറ്റ്സ് പോലും കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാരണം അതിനകത്ത് നമ്മൾ ഈ കെമിക്കൽ കണ്ടന്റിന് പുറമെ ഈ ട്രാൻസ് ഫാറ്റ്സ് ഉണ്ട്. ഈ ട്രാൻസ് ഫാറ്റ് ശരീരത്തിൽ ഹാർട്ട് അറ്റാക്കിനും അതുപോലെ കൊളസ്ട്രോളിനും ഒക്കെ ഈവൻ ഡയബറ്റീസിനും ഒക്കെ ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചൊരു അടുക്കള സംസ്കാരത്തിലേക്ക് പോവുക എന്നും പാകം ചെയ്യുന്ന ഭക്ഷണം, നാം സ്വയം പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുക എന്നതൊരു ശീലമാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം വസ്തുക്കൾ ഒരുപക്ഷെ അതിന്റെ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ച് കൂടി ഒരുപക്ഷെ താങ്കൾക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലെഡ് ആയാലും കാഡ്മിയം ആയാലും ഇതൊക്കെ എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുക? എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകൾ ഇത്തരം വാർത്തകൾ കാണാറുണ്ട്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ പലരും ഷെയർ ചെയ്തു സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും എത്രത്തോളം ആൾക്കാർ അവെയർ ആണ് ഇതിനെക്കുറിച്ചൊക്കെ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. 2, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഊർജവും കൊഴുപ്പും ഉണ്ടാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അത് ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അക്യൂട്ട് പോയിസണിങ് അല്ലെങ്കിൽ ഈ കെമിക്കൽസ് ഉണ്ടാക്കാവുന്ന ഒരു കെമിക്കൽ പോയിസണിങ് മാത്രം പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും മറ്റേത് ഈ ഫാറ്റും ട്രാൻസ് ഫാറ്റും അതുപോലെ അമിത ഊർജവും ഉണ്ടാക്കുന്ന ഒരു സ്ലോ പോയിസണിങ് അത് പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഈ എല്ലാ പാക്ക് ഫുഡ് ഐറ്റംസിലും അതുപോലെ ഈ ഇത്തരത്തിലുള്ള പാനീയങ്ങളിലുമുള്ള അമിതമായ കലോറി തീർച്ചയായിട്ടും ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും ഒക്കെ ഭാവിയിൽ അത് കാരണമാകുന്നുണ്ട്. അതുകൂടാതെ താങ്കൾ ഈ സൂചിപ്പിച്ച ഈ കെമിക്കൽസ് വഴി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് ശരീരത്തിലെ പല അവയവങ്ങളെ ബാധിക്കുന്നു. ലെഡ് പ്രധാനമായും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. പലതരത്തിലുള്ള ഞരമ്പ് രോഗങ്ങൾ, ന്യൂറോപ്പതി എന്ന് പറയുന്ന രോഗാവസ്ഥ, കാലിൽ പെരുപ്പ്, തരിപ്പ്, ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവുക. ആൻഡ് അക്യൂട്ട് ആയിട്ടുള്ള പോയിസണിങ്, അമിതമായിട്ടുള്ള ഛർദി, നമ്മുടെ ഉദര രോഗങ്ങളെ, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനെയൊക്കെ ബാധിച്ചിട്ട് തീവ്രമായിട്ടും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഏത് കെമിക്കലും അമിതമായ അളവിൽ കിഡ്നിയെ ബാധിക്കും, അതുപോലെ കരളിനെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ശരീരത്തിലെ പല അവയവങ്ങളെയും ഈ കെമിക്കൽസ് ദുരുപയോഗമായ രീതിയിൽ ബാധിക്കും. നന്ദി ഡോക്ടർ ശ്രീജിത്താണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ആർ അജയൻ, പ്ലാച്ചിമട സമര നേതാവ് കൂടിയായ ആർ അജയൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ആർ അജയൻ, നമ്മുടെ ഭൂമിയെ എത്രത്തോളം ഈയൊരു വിഷയം നശിപ്പിക്കുന്നു എന്നതിൻ്റെയൊക്കെ വലിയ സമരമുറകൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താവുന്ന ഒരു വിഷയമാണ്
അന്ന് മുതൽക്കേ തന്നെ ഒരുപക്ഷെ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഈ വക ശീതള പാനീയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ടുകളായാലും വലിയ ചർച്ചകളായാലും ഒക്കെ അന്നും നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. എങ്കിലും ഇത്തരം വസ്തുക്കളുടെ വിപണിയിലെ ഡിമാൻഡ് കുറയുന്നുമില്ല എന്നത് തന്നെയാണ് ഗൗരവതരമായ വിഷയം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് ലെഡ്, കാഡ്മിയം, ക്രോമിയം പോലെയുള്ള രാസവസ്തുക്കളുടെ അംശം അത് വലിയ ഗൗരവതരമായ വിധത്തിൽ കുട്ടികളിൽ വലിയ രീതിയിലായ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റുള്ളവരിലെല്ലാം തന്നെയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അമിതമായ അളവിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ ഒരു കണ്ടെത്തൽ. ശ്രീ അജയൻ, ഇത് ആദ്യമായിട്ടല്ല കൊക്കക്കോളയിലും പെപ്സിക്കോളയിലും ഘനലോഹത്തിന്റെ അംശങ്ങൾ കണ്ടെത്തുന്നത്. 2002 തോന്നുന്നു, നമ്മളെ ഈ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സുനിത നാരായൺ ഡൽഹിയിലെ സെന്റർ ഫോർ സയൻസസ്, എൻവയോൺമെന്റൽ സയൻസസിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രകാരം ഘനലോഹങ്ങൾ, താങ്കൾ പറഞ്ഞ ഘനലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ നിരോധിക്കുകയുണ്ടായി. എന്നാൽ മറ്റ് നമ്മുടെ രാജ്യത്ത് ആകമാനം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത്തരത്തിലുള്ള സമീപനം എടുക്കുവാൻ തയ്യാറായില്ല. അതിനെ ഒത്താശ ചെയ്യുന്ന സമീപനമായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ കേരള ഗവൺമെന്റ് അത് നിരോധിക്കുകയും VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അത് നിരോധിക്കുകയും ആ നിരോധനത്തിനെതിരായി ഹൈക്കോടതിയിൽ കൊക്കക്കോള കമ്പനി അപ്പീൽ കൊടുക്കുകയും ആ അപ്പീൽ അനുസരിച്ച് അത് തള്ളുകയുമാണ് ചേരുന്നത്. അതുകൊണ്ട് ഇത് വളരെ മാരകമായ ഒരു പാനീയത്തിന് അകത്തുള്ള ഘനലോഹങ്ങളാണ്. ഇത് കാർസിനോജനിക്കായിട്ടുള്ള ക്യാൻസറിന് വരെ കാരണമാകാൻ കഴിയുന്ന നാഡീവ്യൂഹങ്ങളെ, നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ നാഡീവ്യൂഹങ്ങളെ ആപ്പാടെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷാംശങ്ങളാണ് കണ്ടെത്തിയത്. ഇവിടെ ഒരു കാര്യം, ഗവൺമെന്റ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഞങ്ങള് ആരോഗ്യ രംഗത്തുള്ള പ്രഗത്ഭന്മാരുമായി സംസാരിച്ചതിന് ശേഷം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കത്തെഴുതി കൊടുത്തിട്ട് ഇത് പരിശോധിച്ചിട്ട് കേരളത്തിലെ ആകമാനം സാമ്പിൾ എടുക്കണമെന്ന് പരിശോധിച്ചിട്ട് അതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല അതുകൂടിയാണ് ഗൗരവതരം. ഞാൻ തിരികെ എത്താം ശ്രീ അജയൻ. ഡോക്ടർ ബി ഇക്ബാൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ബി ഇക്ബാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം രാസവസ്തുക്കൾ എത്രത്തോളം ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നത് ആർക്കും അറിയാത്ത കാര്യമല്ല. പക്ഷേ ഇവിടെ ശ്രീ അജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാകാലങ്ങളായി ഇങ്ങനെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, പല സർക്കാരുകളെയും ഇത് അവരുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ വിപണിയിൽ ഇത്തരം വസ്തുക്കൾ സജീവമാണ് എന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അത് കേന്ദ്രത്തിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ കൂടി വരുമ്പോൾ ഈ ഒരു വിധത്തിലുള്ള ആശങ്കകളുടെ ഒക്കെ ഒരു വിരാമമാകുന്ന തരത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പായി കരുതാനാകുമോ? തീർച്ചയായിട്ടും. ഇത് ഈ ശീതളപാനീയങ്ങളുടെ കാര്യം, ഇതുപോലുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ പോലും അവ പലതും നിരോധിക്കപ്പെടേണ്ടതാണ്. കാരണം കേരളത്തിലെ പോലെ ജീവിത രീതി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം അമിതമായി പഞ്ചസാരയും മറ്റ് രാസവസ്തുക്കളും അടങ്ങിയ ഇത്തരം ശീതളപാനീയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒട്ടും ജനങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെയും ഇവ നിരോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ഏജൻസി ഇതിൽ വളരെ മാരകമായ രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ട് ഉടൻ തന്നെ ഇത് നിരോധിക്കേണ്ടതാണ്. കേരളത്തില് സത്യത്തിൽ ഇത്തരം ശീതളപാനീയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു വികാരം പ്ലാച്ചിമട സമരത്തെ തുടർന്ന് ഉണ്ടായിരുന്നു. ആ കാലത്താണ് ഇത് കേരളത്തിൽ നിരോധിക്കപ്പെട്ടത്. പക്ഷെ പിൽക്കാലത്ത് അത് വേണ്ടത്ര പൊതുജന ശ്രദ്ധ വരാത്തതുകൊണ്ടോ മറ്റോ ഇത്തരം ശീതളപാനീയങ്ങൾ ഇന്ന് കേരളത്തിൽ വ്യാപകമായി വിറ്റുവരുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ സർക്കാരിന്റെ ഉത്തരവ് കുറെ കൂടെ പുനരുജ്ജീവിപ്പിക്കുകയും ഇതുപോലുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ശീതളപാനീയങ്ങൾ നിരോധിക്കുകയും ചെയ്യണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയവ അല്ലെങ്കിൽ പോലും അമിതമായി പഞ്ചസാരയും മറ്റ് ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ശീതളപാനീയങ്ങൾ കുറഞ്ഞപക്ഷം കുട്ടികൾക്കെങ്കിലും വിൽക്കുന്നതിനെ സംബന്ധിച്ച് ഒരു നിയന്ത്രണവും കൂടി ഏർപ്പെടുത്തേണ്ടതാണ്. ഞാൻ തിരികെ എത്താം ഡോക്ടർ. ശ്രീ അജയൻ, അവിടെയാണ് ഒരു പക്ഷേ നമ്മൾ പലരും ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആണെങ്കിൽ കൂടിയും കുട്ടികൾക്ക് കൂടിയും വളരെ
ലാഘവത്തോടു കൂടിയാണ് ഇത്തരം വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ഇടയിലൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു പാക്കറ്റ് ഫുഡ് സംസ്കാരത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെയെന്ന് തോന്നുന്നു. പലപ്പോഴും ഇപ്പോൾ ഇത്തരം കുത്തക കമ്പനികളുടെ ആയാലും അല്ലാതെയാണെങ്കിൽ തന്നെയും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരുടെ ആണെങ്കിൽ തന്നെയും ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കളാണ് മിക്കവാറും വിപണിയിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ്. മറ്റുള്ളതെല്ലാം കയറ്റി അയക്കുകയായിരിക്കും ചെയ്യുക. ഇത്തരത്തിൽ പൊതുവായ ഒരു സംസ്കാരം നമുക്കിടയിൽ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ സമരം അതിന്റെ രൂക്ഷമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും ഈ കോള ബഹിഷ്കരണത്തിന് വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയും പല പഞ്ചായത്തുകളും പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് കൊക്കക്കോള കമ്പനി സ്ഥിതി ചെയ്യുന്ന പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അടക്കം പല പഞ്ചായത്തുകളിലും കുറ്റ്യാടി പഞ്ചായത്ത്, ഇവിടെ തിരുവനന്തപുരത്ത് പെരുമാതുറ പഞ്ചായത്ത്, പെരുമാതുറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ കോള ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ നടക്കുകയും കോള ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ കാലത്തും ഒരു വിഷയത്തിൽ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ കൂടിയും ഇതൊരു വലിയ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. കൊക്കക്കോള കമ്പനി മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം കൊക്കക്കോളയും വാങ്ങി ഒരു പത്തും വാങ്ങി കഴിക്കുന്ന ഉച്ചയ്ക്ക് ആ ഭക്ഷണത്തിന്റെ പകരം വാങ്ങി കഴിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് നിയന്ത്രിക്കണമെങ്കിൽ തീർച്ചയായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിന്റെ സാമ്പിൾ എടുക്കുകയും ആ സാമ്പിളിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കൊക്കക്കോള കമ്പനിക്കെതിരായി പെപ്സി കമ്പനിക്കെതിരായി നടപടിയെടുക്കാൻ തീർച്ചയായും കഴിയുന്നതാണ്. അതിന് കഴിയണം. ഞങ്ങളിത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കത്തെഴുതിയിട്ടും അവർക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇവിടെ ഏതെങ്കിലും പാവപ്പെട്ട ചായക്കടക്കാരൻ അവനെന്തെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ആ കട പൂട്ടുന്ന ആളുകൾ ഈ വലിയ കമ്പനിക്കെതിരായി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. ഇതിനെതിരായ വലിയൊരു ക്യാമ്പയിൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. സുനിതാ നാരായണന്റെ റിപ്പോർട്ട് വന്നപ്പോൾ പാർലമെന്റ് നിരോധിച്ചു. പാർലമെന്റ് സ്പീക്കർ ഇടപെട്ട് നിരോധിക്കുകയുണ്ടായി. ഇപ്പോഴും ആ നിരോധനം തുടരുകയാണ്. അതുകൊണ്ട് നിരോധനത്തിന്റെ ലൂപ്പ് ഹോൾസ് കോടതിയിൽ വന്നാൽ അതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് നിരോധിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് കമ്പനികൾ വളരെ ശക്തന്മാരാണ്. അവർ ഇവരെല്ലാം സ്വാധീനിക്കാൻ നന്നായി കഴിയുന്നവരാണ്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇതെന്തായാലും. സാധാരണയായിട്ട് ഇത്തരം കാര്യങ്ങൾ മീഡിയയിൽ പോലും പ്രത്യക്ഷപ്പെടാറില്ല. എന്തായാലും ഇത് മീഡിയകളിൽ വന്നു എന്നുള്ളത് വലിയ ഒരു അതുപോലെ തന്നെ കൈരളി TV പോലുള്ള ഒരു മാധ്യമം ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഇക്ബാൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തായാലും അതുപോലെ ഇന്ത്യയിലേക്ക് തന്നെ ആയാലും തന്നെ വിപണികളിലേക്ക് ഇത്തരം വസ്തുക്കൾ എത്തുമ്പോൾ അതിൻ്റെ കൃത്യമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ വിഷയത്തിലായാലും ഒക്കെ തന്നെയും കൃത്യമായ സ്റ്റഡി നടത്തേണ്ടതുണ്ട്. എനിക്കൊന്ന് അതിൻ്റെ ഈ ബോട്ടിലിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതനുസരിച്ച് നമുക്കിവിടെ എന്ത് നടപടി എടുക്കാനുള്ള ഒരു നിയമപരമായ സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത് മനഃപൂർവ്വമായ ഒരു അവഗണന ഇവിടെ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും വളരെയേറെ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മൊത്തത്തിലൊരു അവഗണനയുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ. ഒന്ന് ഫുഡ് സെക്യൂരിറ്റിയാണ്. ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ദരിദ്രരായ ആളുകൾക്കും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഒക്കെ ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം ഉള്ളത്. ആ കാര്യത്തിൽ നമ്മൾ കുറെ ജാഗ്രത കാട്ടുന്നുണ്ട്. പക്ഷേ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ വേണ്ടത്ര ജാഗ്രത കാട്ടുന്നില്ല. ഇപ്പൊ ഫുഡ് സേഫ്റ്റി ആരാണ് നടപ്പിലാക്കേണ്ടത്, ഏതൊക്കെ വകുപ്പാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ ഒരു വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. മാത്രമല്ല അങ്ങനെ വരുന്ന നടപടികൾ എടുക്കുന്നത് പലപ്പോഴും നടപ്പിലാക്കാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ ജനകീയ പ്രസ്ഥാനങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം സർക്കാരിന്റെ നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തി അവ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യണം. പല രാജ്യങ്ങളിലും ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ വമ്പിച്ച വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ അജയൻ സൂചിപ്പിച്ച പോലെ വൻകിട കുത്തക കമ്പനികൾ അവരുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് സർക്കാരിലും മാറി മാറി വരുന്ന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയോ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴി എന്ന് പറയുന്നത് ബഹിഷ്കരണമാണ്. ഒന്ന്. രണ്ട്, ഒരു ആരോഗ്യകരമായ ഭക്ഷ്യശീലത്തെ കുറിച്ചുള്ള പ്രചാരണ പരിപാടിയും ഇതോടൊപ്പം നടത്തേണ്ടതാണ്. വളരെ നന്ദി ഡോക്ടർ ബി ഇക്ബാൽ. ഒപ്പം തന്നെ ആർ അജയൻ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.
ഞങ്ങളുടെ റിപ്പോർട്ടർ മനു ശങ്കറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനു, സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാച്ചിമട വിഷയത്തിലൊക്കെ ആയാലും വലിയ സമരത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനൊക്കെ മുൻപിലേക്കൊക്കെ വന്ന ഘട്ടത്തിലും പലപ്പോഴും കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സ്റ്റഡി വരുമ്പോഴും അത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെയൊക്കെ കീഴിൽ വലിയ ഗൗരവതരമായൊക്കെ നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഭാവി സംബന്ധിച്ച ആശങ്ക പൊതുവിൽ നിലനിൽക്കുന്നുണ്ടോ? സൗമ്യ, ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിലവിൽ ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ് വിശദീകരണം ഈ കമ്പനികളോട് തേടുക എന്നത്. ഇത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നിലവിൽ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡ്രഗ്സ് അതോറിറ്റിയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഈ വിശദീകരണം ലഭിച്ച ശേഷം ഇനി എന്ത് നടപടി സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമെന്നത് കണ്ടറിയേണ്ടതാണ്. മുൻപും ഈ മാഗി വിഷയവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ലെഡിൻ്റെ അംശം അമിതമായി മാഗിയിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി മറ്റും പഠന റിപ്പോർട്ടിൽ കണ്ടെത്തുകയും പിന്നീട് സർക്കാർ മുമ്പാകെ ഇത് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും വിവിധ ആഴ്ചകൾ കഴിഞ്ഞിട്ട് പോലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടാൻ പോലും അന്ന് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ ബഹിരാഷ്ട്ര കമ്പനികളോട് വിശദീകരണം തേടിയ ഒരു നോട്ടീസ് കേന്ദ്ര സർക്കാർ അയച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിലിനി എന്ത് വിശദീകരണം കമ്പനികൾ നൽകുമെന്നത് കണ്ടറിയേണ്ടതാണ്. നിലവിൽ ഈ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും മറ്റും മുന്നോട്ട് വയ്ക്കുന്ന നിലവിലെ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ രാസവസ്തുക്കളുടെ ഘടന ഈ നിലവിൽ പാനീയങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് പഠന റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 0.007 മുകളിലാണ് എല്ലാ ഈ സൂചിപ്പിച്ച ശീതള പാനീയങ്ങളിലും ഉൾക്കൊണ്ടിട്ടുള്ള രാസവസ്തുക്കളുടെ അളവ്. അതിനാൽ ആരോഗ്യത്തിന് വലിയ ദോഷകരമായി തീരുന്ന അളവിലാണ് ഈ രാസവസ്തുക്കൾ ഉള്ളതും. അതിനാൽ ഇത്തരത്തിലുള്ള നീക്കം ഈ ഒരു ശീതള പാനീയ കമ്പനികൾ മറ്റും സ്വീകരിച്ചാൽ ഉടനടി ഈ കമ്പനികൾ അടയ്ക്കുക അല്ലെങ്കിൽ ഇത് നിരോധിക്കുക എന്നൊരു നിലവിലെ നിയമമാണ് നിലനിൽക്കുന്നത്. ഇനി കമ്പനികൾ എന്ത് നിലപാടെടുക്കും, അതേ തുടർന്ന് എന്തായിരിക്കും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാടെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പെപ്സി, കൊക്കക്കോള, 7up, മൗണ്ടൻ ഡ്യൂ, സ്പ്രൈറ്റ് എന്നീ ശീതള പാനീയങ്ങളിലാണ് ഇപ്പോൾ വളരെ മാരകമായ രീതിയിൽ അനിയന്ത്രിതമായ അളവിൽ ലെഡിൻ്റെതടക്കമുള്ള സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് ആരോഗ്യ വിദഗ്ധർ ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത്.